ഞാൻ കുറച്ച് ഈസി ടു ഹാൻഡിൽ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതായിരിക്കും മേ ബി എൻ്റെ ഗുഡ് ക്വാളിറ്റി. ഞാനത് 100% യോജിക്കുന്നു കുട്ടിയുടെ താങ്ക് യു. ആൻഡ് ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി ഇൻ മീ ആസ് എൻ ആക്ടർ. ബിക്കോസ് ഞാൻ എനിക്ക് എന്ത് തരത്തിലുള്ള അതെൻ്റെ മറ്റേ അഹങ്കാരം മൂഡിൽ പറയില്ല കേട്ടോ. ബിക്കോസ് എനിക്കറിയാം എനിക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനുവേണ്ടി ഞാൻ എൻ്റെ എത്ര പെർസെൻറ്റേജ് ഞാൻ കൊടുക്കും. എനിക്ക് ആ വില്ലിംഗ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയുമാണ്. അപ്പം എനിക്ക് മേ ബി ഇഫ് യു ആസ് ബോഡി ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. മറ്റേ വർക്കൗട്ട് ഡയറ്റ് ഇതൊക്കെ അത്രയും ബാക്കിയുള്ളവരെ പോലെ അങ്ങനെ ഫിറ്റ്നസ് പിടിക്കുന്നില്ല എന്നുള്ളതായിരിക്കാം മേ ബി. അതും ആക്ടിങ്ങിനായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതല്ല. ബട്ട് വേണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ ഈ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ വളരെ ചെറുപ്പത്തിലേക്ക് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടികൾ എക്സ്പ്രഷൻസ് ഒക്കെ വാരി വിതരുന്ന ചെറിയ പ്രായത്തിൽ പിള്ളേർക്കൊക്കെ എക്സ്പ്രഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അറിയണ്ടായിരിക്കില്ല. എന്റെ അമ്മയാണ് എന്റെ ഫുൾ ക്രെഡിറ്റ്. ആള് എക്സ്പ്രഷൻ, ആള് ഡാൻസ് ടീച്ചർ ആണല്ലോ. എക്സ്പ്രഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വരിയിലെ ഓരോ സ്റ്റെപ്പിലും ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫീഡ് ചെയ്യും. പിന്നെ അത് നമ്മൾ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു എക്സ്പ്രഷൻ വരുന്ന പോലെയാണ്. ഈ ഇത്രയും എക്സ്പ്രസീവ് ആയിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടിയെ കണ്ടിട്ട് അന്നത്തെ ടീച്ചർമാരും ഇതുപോലെ ആൾക്കാരൊക്കെ പറയുമായിരുന്നു എന്തായാലും കുട്ടി സിനിമയിൽ പോകട്ടോ എന്നുള്ള കാര്യം. പറയാം. അവർക്ക് വലിയ അത്ഭുതം ഉണ്ടായിരുന്നില്ല സിനിമയിലൊക്കെ എത്തി എന്ന് പറഞ്ഞപ്പം. അങ്ങനെയായിരുന്നു. അടിപൊളി. കാസ്റ്റ് ചെയ്തിട്ട് ഒരു സിനിമയിൽ പെർട്ടിക്കുലർ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ട് ഓഫർ മാറിപ്പോയ അനുഭവങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് രണ്ട് ഇൻസിഡന്റ് പറയാം. സ്പെസിഫിക് ആയിട്ട് പേര് പറയാൻ താല്പര്യമില്ല. ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒരു തമിഴ് ഫിലിമാണ്. അത് ഈ പറഞ്ഞ പോലെ കാസ്റ്റ് ചെയ്തു. ശരി, അവരെന്നെ കാസ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരു ഓഡീഷൻ പോലെ ഉണ്ടായിരുന്നു. ഓഡീഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു 1 ഡേ ഷൂട്ട്. ഒരു അത്യാവശ്യം അതിന്റെ DOPയും എല്ലാവരും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഡേ ഫുള്ളും ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത്രയും ട്രയൽ കൊടുത്തു. ഹീറോയിൻ ഓറിയന്റഡ് പരിപാടിയായിരുന്നു. അതിന് ഫുൾ ഡേ ഷൂട്ട് കഴിഞ്ഞു. എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടത്. എനിക്ക് ഡയറ്റൊക്കെ തന്നു. 10 കിലോ ഒക്കെ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയറ്റും. എനിക്കൊരു അവർ തന്നെ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ട്രെയിനറിനെയൊക്കെ ആക്കി തന്നു. ഭയങ്കര കഷ്ടപ്പെട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തു. പട്ടിണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ ഫ്ലാറ്റിന് ചുറ്റും കിടന്ന് രാവിലെ ഓടുന്നു. പ്രായം ഭയങ്കര കുറവാണ്. 11th or 12th ആ വിശുദ്ധനൊക്കെ കഴിഞ്ഞൊരു നിൽക്കുന്ന ടൈമാണ്. ഓടുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ ഒരു 10 കിലോ കുറച്ചു. ഇവർ വിളിക്കുന്നില്ല. കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനൊരു ഇതുമില്ല. പിന്നെ ഈ മാനേജർ വഴി കണക്ട് ചെയ്തപ്പോൾ ഒരു ഷൂട്ട് അല്ല, മാനേജർ വഴിയല്ല, വേറൊരു ആക്ടർ പരിചയമുണ്ട് അതിനകത്ത് അഭിനയിക്കുന്നത്. ഷൂട്ട് തുടങ്ങി പടം. അപ്പം എന്താ പറയാതിരുന്നത്? അതിനെനിക്ക് റീസൺ ഇല്ല. അവർക്ക് ഐ ഡോണ്ട് നോ വാട്ട് എവർ ദ റീസൺ. എൻ്റെ വെച്ചാൽ അവർ പറയായിരുന്നു. അല്ലെങ്കിൽ ഞാനതിന് എഫേർട്ട് ഇട്ട് നമ്മൾ രാത്രിയും രാവിലെയും ഒക്കെ കിടന്ന് വർക്കൗട്ടും പട്ടിണിയും ഭയങ്കരമായിട്ട് കരഞ്ഞു. ആ പടം റിലീസായി. അത്ര നന്നായിട്ട് വർക്ക് ആയിട്ടില്ല. ബട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അനുഭവങ്ങളേ ഉള്ളൂ. ഓക്കെ. നമ്മള് ഷാരൻ സോയ ഇന്റർവ്യൂന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൽ താഴെ വരുന്ന കുറച്ച് കമന്റ്സ് അല്ലടോ, സജഷൻസ് ഉണ്ട്. അതിൽ ഒരു സജഷനാ ഷാലു ട്രോൾ, ഷാലിൻ സോയ ട്രോൾസ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ട്രോള് കണ്ടിട്ടേ നമ്മൾ തന്നെ ട്രോൾ ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രോൾ ഏതാ? അല്ലെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്ത ട്രോൾ അങ്ങനെ ഏതെങ്കിലും ട്രോൾ? ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ എല്ലാ ട്രോളും ഫുഡ് റിലേറ്റഡ് ആണ്. അത് തന്നെ എനിക്ക് കോമഡി. ഞാൻ ഭക്ഷണത്തിനെ സംബന്ധിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതെങ്ങനെയൊക്കെ ട്രോളായി വന്നിട്ടുണ്ട്. പിന്നെ ആ മട്ടൺ കിട്ടിയില്ല, അതും ട്രോൾ. എല്ലാം ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രോൾ വന്നിട്ടുള്ളത്. അതെന്താണെന്ന് അറിയില്ല. ഞാൻ ഈ നമ്മൾ പെട്ടെന്ന് ഒരു ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും. അതൊക്കെ ട്രോൾ വന്നപ്പോൾ എനിക്ക് തോന്നി അത്രയും പാഷനേറ്റ് ആയിട്ട് സംസാരിക്കണ്ട. അതുള്ളൂ, കുഴപ്പമില്ല. ഹെൽത്തി ട്രോൾസേ വന്നിട്ടുള്ളൂ ഇതുവരെ. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ്, ഫുഡിങ്, ഡാൻസിങ് സ്കിപ്പ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഏതാ ഇതില്? എന്ത് ചെയ്യാൻ വേണ്ടി? ട്രാവലിംഗ്, ഫുഡിങ്, ഡാൻസിങ്. സ്കിപ്പ് ചെയ്യാനോ? സ്കിപ്പ് ചെയ്യാൻ വേണ്ടെന്ന് വെക്കാനോ? മൂന്നും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും മൂന്നും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അതവിടെ മാറ്റി വെച്ചു. പിന്നെ ഡാൻസിങ് ആൻഡ് ട്രാവലിംഗ്. ഡാൻസ് ആണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അതിന് ഞാൻ മാറ്റില്ല. സോ ഐ വിൽ സ്കിപ്പ് ട്രാവലിംഗ്. ആണ്. പക്ഷെ എന്നെ ഞാനാക്കിയ ഡാൻസിനെ ഞാൻ മറന്നു കഴിഞ്ഞാൽ ഞാനൊന്നും മനുഷ്യനൊരു ക്വാളിറ്റി ഇല്ലല്ലോ. ഈ കുക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കുട്ടിയുടെ കുക്കിംഗ് വീഡിയോ ഈ പറഞ്ഞ പോലെ ഒരു ട്രോൾ ഞാൻ കണ്ടിരുന്നു. സത്യം പറയാ കുക്കിംഗ് ചെയ്യാൻ നന്നായിട്ട് അറിയുന്ന കുട്ടിയല്ലേ? പിന്നെ ഞാൻ അറിയുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. ഒരു 11 ഡിഷ് ഉണ്ടാക്കുന്നതാണ്. അത് ഞാൻ വായിച്ചില്ല, ട്രോളും കണ്ടില്ല. പക്ഷെ ആ ഒരു ക്യാപ്ഷനും അതിന്റെ ഒരു ഭൂമിശാസ്ത്രമൊക്കെ നോക്കി ട്രോളാണ്. അല്ല, അത് പറഞ്ഞത് സത്യമാണ്.
കുക്ക് ചെയ്യാൻ അത്യാവശ്യം അറിയുന്ന കുട്ടിയല്ല, നോമ്പ് സമയത്തൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നൊക്കെ ഞാൻ അതെ, ഞാൻ ആ പറഞ്ഞ സാധനം കറക്റ്റ് ആണ്. കറക്റ്റാണ്. എന്റെ അടുത്ത് പ്രൂഫ് ഉണ്ട്. ട്രോളിക്കോ, പക്ഷെ ഞാൻ പറഞ്ഞ സത്യമാണ്. കുഴപ്പമില്ല, അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. ഞാനാണോ അത് മറ്റേ സാധനമല്ലേ, പക്ഷെ സത്യമാണ്. ആക്ടിങ്ങും ഡിറക്ഷനും അല്ലാതെ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല ഉണ്ടെങ്കിൽ അത് ഇതാണ്. പ്രൊഡക്ഷൻ ആണോ? I want to make like I want to create opportunities for people like ഇങ്ങനെ ആരുമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ബട്ട് they need a platform എന്ന് ആഗ്രഹിക്കുന്നവർക്ക് I need to be available for them. Come on man, we are there. ഞാൻ എന്തെങ്കിലും ഒരു കഥയുണ്ട് കേട്ടോ, പക്ഷെ എന്നെ നായകനാക്കി ഞാൻ പ്രൊഡക്ഷൻ തരാനുള്ള അവസരം എനിക്ക് തരുമോ? Inshallah, we can talk. I have a production company actually. In Few Humans എന്നാണ് പേര്. ആണോ? Few Humans എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് മനുഷ്യർന്നേ ഉള്ളൂ അതിന്റെ ബാക്കിൽ. അല്ലാണ്ട് എന്റെ പേര് ഷവലിൻ ഫോയ പ്രൊഡക്ഷൻ എന്നൊന്നും ഞാൻ ഇട്ടിട്ടില്ല. എനിക്ക് I just need ആ ആളുകൾക്ക് കുറച്ച് മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ എന്റെ ഈ പടത്തിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് തന്നെ ഉണ്ടായ മൊമെന്റിൽ ഞാൻ ഇവരൊക്കെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് എത്തിച്ചു. ആ മൊമെന്റിൽ എനിക്ക് ഒരു ദിവസം ഭയങ്കര തലവേദന, ഇപ്പൊ മൈഗ്രൈൻ ഉണ്ട് എനിക്ക്. അപ്പൊ ഈ ഒരു ജംഗ്ഷനിലൊരു ഷോട്ട് ഒന്നും എടുക്കുന്നത്, അപ്പം എനിക്ക് തലവേദനയായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട്, ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഭയങ്കര രാജകീയ സെറ്റൊന്നുമല്ല, കസേരയൊന്നും ഉണ്ടാവില്ല. അപ്പം ആ ക്യാമറയുടെ ഒരു സ്റ്റൂളുണ്ടല്ലോ, അതെടുത്ത് നിലത്തിങ്ങനെ കിടന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണടിച്ച് ഉറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുമ്പം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. അപ്പം ചോദിച്ചാൽ ദൈവം, ഞാൻ എഴുതിയൊരു കഥയ്ക്ക് ഞാൻ ഉണ്ടാക്കി എൻ്റെ ഒരു ഡ്രീമിന് വേണ്ടി ഇവർ കിടന്ന് ഓടുന്നുണ്ടല്ലോ. അതൊക്കെ ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫ്യൂ ഹ്യൂമൻസ്, കുറച്ച് മനുഷ്യന്മാർ ഉണ്ടെങ്കിൽ, മര്യാദയ്ക്കാണെങ്കിൽ, അവരുടെ ഇൻറ്റൻഷൻ പ്യുവർ ആണെങ്കിൽ you can do it എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ എങ്ങനെ താങ്കളെ സമീപിക്കേണ്ടത് ഇതുപോലെ കഥയായിട്ട്? You can talk to me. I mean മെയിൽ ചെയ്താൽ മതി. അതിനകത്ത് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഒഫീഷ്യൽ പേജ് ഉണ്ട്, ഒരു മെയിൽ ID ഉണ്ട്, ഹാൻഡിൽ ഉണ്ട്. അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഐ മീൻ ഞാൻ അങ്ങനെ ഡെഫിനറ്റ്ലി ഇൻഷാല്ലാ നമുക്ക് നോക്കാലോ. ഓക്കെ, ഞാൻ ഈ നേരത്തെ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ചോദിച്ച പോലെ ഈ ഗണപതിയെ പണ്ട് ആങ്കറിംഗ് ചെയ്ത സമയത്ത് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടല്ലോ, അതേ ഗണപതി നമ്മളെ നായകനായിട്ട് ഒരു സിനിമയിൽ വന്ന സമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന എനിക്ക് ഓർമ്മയുണ്ടോ? ഇല്ലില്ല, അതൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ആക്ച്വലി മല്ലു സിംഗിന്റെ ഷൂട്ടില് ഞങ്ങൾ ലാസ്റ്റ് ഡേയിലാണ് സംസാരിക്കുന്നത് തന്നെ മര്യാദക്ക്. ഹായ് അങ്ങനെയായിരുന്നു. ഇപ്പൊ ഹീസ് മൈ ഗുഡ് ഫ്രണ്ട്. ഞാൻ ആക്ച്വലി ഈ വിഷുവിന് ഗണുവിന്റെ വീട്ടിലാണ്. ഗണുവിന്റെ അമ്മയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആന്റീനെ. അപ്പം അവിടെ ആന്റീൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത് അത്ര ഓർമ്മയില്ല. എന്റെ മമ്മി പറയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട്. അത് ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ എനിക്ക് അറിയില്ല അവന് ഓർമ്മയുണ്ടോന്ന്. ഗണപതിക്കും എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും സെയിം ഏജ് തന്നെയാണ്. ഒരുപാട് സന്തോഷം ഇതുപോലെ അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റിയതിൽ. പ്രായം ചെറുതാണെന്നുണ്ടെങ്കിലും എനിക്കറിയാം കുട്ടിയുടെ കാഴ്ചപ്പാടും ഈ പറയുന്ന പോലെ സെൻസ് ഓഫ് ഹ്യൂമറും സെൻസിബിലിറ്റിയും വളരെ കൂടുതലാണ്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയായിരുന്നു ഇത് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ ഇടയ്ക്ക് ഞാൻ ഉച്ചാരണം ശരിയല്ല എന്ന് തോന്നുന്നു അല്ലേ? അല്ലല്ല, ഞാൻ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ഫൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ആയി. പ്രൊനൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ട. എന്റെ പ്രൊനൗൺസിയേഷനിൽ ഒരുപാട് മിസ്റ്റേക്ക് വരാറുണ്ട്. എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അൻസലി പറഞ്ഞ പോലെ, നമ്മളെ നാനീനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. നാനി ഇല്ലേ, നാനി നമ്മളെ തെലുങ്ക് ആക്ടർ നാനീനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. അത് കണ്ടാൽ മതി. എന്റെ ഇംഗ്ലീഷിലെ വാക്ചാതുര്യം എത്ര മാത്രമാണെന്ന് മനസ്സിലാവും. സംസാരിച്ചോ? അയാൾ നന്നായിട്ട് സംസാരിച്ചു. പക്ഷെ പുള്ളിയുടെ അടുത്തിരുന്ന സമയത്ത് നമുക്ക് ഉള്ള ഇംഗ്ലീഷും കൂടെ വരുന്നില്ല. അതെന്താന്നറിയാം, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇങ്ങനെയുള്ള ഒരു 85% ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മളെ സംസാരിക്കാൻ വിടാത്ത, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന്റെ കണ്ടന്റ് കേൾക്കാതെ അതിനകത്തുള്ള പ്രശ്നങ്ങൾ മാത്രം. അപ്പൊ ഇങ്ങനെ ഒരാള് അങ്ങനെയുള്ള ആളാണെന്നുള്ള അവയർ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ടെൻഷൻ ആവും, വേർക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. ഈ തെണ്ടുകളെ മറികടന്നാൽ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് ഏരിയയിൽ കോൺഫിഡന്റ്ലി no, I mean just kidding, but kind of truth